നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ തന്നെ പോണല്ലേ? ഈ ജാതകക്കാരിയുടെ അമ്മ നിങ്ങളാണോ? ഈ കുട്ടിയെ പ്രസവിച്ചത് നിങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നും എപ്പോഴും അപകടങ്ങളും ദുരിതങ്ങളും മാത്രം. ഇപ്പൊ തന്നെ എത്ര വട്ടം പപ്പി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന അനുഭവിക്കാന്നല്ല, പിന്നെ എന്ത് ചെയ്യാനാ? വിധി, അതിക്കുള്ള എന്ത് പറയാനാ? വിഷ്ണുവിന്റെ കാര്യം തന്നെ എടുത്തേ. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചത്. ആശുപത്രിവാസം അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ എന്താ പറഞ്ഞു വരുന്നേ? പറഞ്ഞു വന്നത് പപ്പിയുടെ കാര്യമാ. സമയദോഷ. ഞാനാ പത്മനാഭൻ ജോൽസിനോട് വരാൻ പറഞ്ഞിരിക്കുക. പപ്പിയുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ രാശിവെച്ചൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമേ, ഞാനും ഇത് സത്യമയോട് പറയണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. പപ്പിയുടെ ബാലാരിഷ്ടതകൾ മാറിയോന്നൊന്ന് നോക്കണമായിരുന്നു. സത്യാമേ. ആ ശ്യാമേ, ജോൽസിനാണെന്ന് തോന്നുന്നു. ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. വഴിപാടുകളൊക്കെ പറയും. അതൊക്കെ കൃത്യമായി നടത്തിയ എല്ലാം ശരിയാവുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. സത്യമേ, നമസ്കാരം. നമസ്കാരം. ജോത്സരി ഇരിക്കെ. ആ, ശ്യാമേ, പാപ്പിമോളുടെ ജാതകം എടുത്തോണ്ട് വാ. ശരി. മോളെ പപ്പി, ഇങ്ങ് വന്നേ. ഇതാണ് ആള്. ഒരല്പം കുസൃതിയാ അല്ലേ? കുറച്ചൊന്നുമല്ല. വിഷ്ണു അച്ഛനും അത്ര മോശമൊന്നും അല്ല. കേട്ടില്ല ജോത്സരെ, ഇങ്ങനെ തർക്കുത്തരം പറയും. മേലും കീഴും ഒന്നും നോക്കില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടെ ഇറങ്ങിപ്പോക്കും. കുട്ടികളല്ലേ സത്യാമേ? ഇപ്പോഴത്തെ കുട്ടികള് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും ആ കുഴപ്പം. പാപജാതകമാ, അതിന്റെ ദോഷങ്ങളും ഉണ്ട്. ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം. ഓം ഹരിശ്രീം ഗണപതയേ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം ഗണിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം. സത്യാമേ, എന്തിനൊരു പരിഹാരം ഉണ്ടാവും. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ അവന് വരുന്ന സകല ആപത്തുകളിൽ നിന്നും രക്ഷിക്കേണ്ട കടമയും ഈശ്വരന് തന്നെയാണ്. അതിന് ഭഗവാൻ ചില കുറുക്കുവഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെയെല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി, അതാണ് പ്രാർത്ഥന. കുട്ടിക്കിപ്പോ രാഹുർദശയാ. രാഹുർദശയുടെ അവസാന സമയത്ത് ചൊവ്വയുടെ അപഹാരം കൂടി വന്നപ്പോൾ കാര്യങ്ങൾ അല്പം മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങളുണ്ടാകാം.
പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. മൃത്യുഞ്ജയത്തിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്കും ആയുസിനെ പിടിച്ചു നിർത്താം. ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ പക്ഷേ ഇവിടെ അതിന് ചില തടസ്സങ്ങളാണ് കാണിക്കുന്നത്. ആയുസിന്റെ കാര്യത്തിൽ ഒരു തടസ്സം കാണുന്നു. അത് മാറണം. മാറ്റിയേ ഒക്കൂ. മരണകാരകനായ ശിവഭഗവാൻ ഉഗ്രകോപിയായാൽ എന്താ സംഭവിക്കുക? അത് തന്നെയാ എനിക്ക് ഈ ജാതകത്തിൽ കാണാൻ കഴിയുന്നത്. കുട്ടിക്ക് അപമൃത്യു വരെ സംഭവിക്കാം. ഇതിന് പരിഹാരമൊന്നുമില്ലേ? വിധിയെ തടുക്കാൻ സാക്ഷാൽ പരമശിവന് പോലും കഴിയില്ല എന്നറിയാവുന്നതല്ലേ? പിന്നെ പരിഹാരമായി കാണാവുന്നത് ആയുഷ് ഹോമമാണ്. ഹോമത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കാണ് പ്രാധാന്യം. ഹോമം കഴിഞ്ഞ് കുട്ടിയുടെ അമ്മ ശിവക്ഷേത്രത്തിൽ പോയി കുട്ടിയുടെ ജീവനൊരാപത്തും വരുത്തരുതെന്ന് കരഞ്ഞ് അപേക്ഷിക്കണം. പെറ്റ വയറിന്റെ കരച്ചിൽ മഹാദേവന്റെ മനസ്സലിയിക്കും. അപ്പോ അമ്മ തന്നെ പോണല്ലേ? ഈ ജാതകക്കാരിയുടെ അമ്മ നിങ്ങളാണോ? ഈ കുട്ടിയെ പ്രസവിച്ചത് നിങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ. എങ്കിൽ കുട്ടി തന്നെ പോകണം. ഈ ഹോമത്തിലും പങ്കെടുക്കണം. പപ്പിമോക്ക് വേണ്ടി സ്വന്തം അമ്മയോളം കേണപേക്ഷിക്കാൻ മറ്റാർക്കും ആകില്ല. അമ്മയുടെ കണ്ണീരിന് പപ്പിമോളുടെ ആയുസിനെ തിരിച്ചു പിടിക്കാനാകും. ശ്യാമേ, നീ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടത്. സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാനല്ലേ എന്ത് കഷ്ടപ്പാടും സഹിക്കണം. കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണേ. ഇതെല്ലാം കുഞ്ഞേച്ചി നിന്ന് ചെയ്യേണ്ടതാ. എന്നെയാണ് എല്ലാവരും കൂടി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്ത എങ്ങനെ ഫലം കിട്ടാന്? പപ്പിയെ പ്രസവിച്ചത് കുഞ്ഞേച്ചിയല്ലേ? ഈശ്വര, എനിക്കിതാരോടും പറയാനും പറ്റുന്നില്ലല്ലോ. എന്തൊരു പരീക്ഷണവാ ഭഗവാനെ ഇത്. ഹോമത്തിന് മുമ്പ് എന്നെ വിളിക്കുക. ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ ഒരു ചാർത്ത് തന്നുവിടാം. ഹോമം ഉടനെ നടത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശിവൻ കേൾക്കാതിരിക്കില്ല. മഹാദേവൻ രക്ഷിക്കട്ടെ. കുഞ്ഞേച്ചി, ഇതെങ്ങനെയാ കുഞ്ഞേച്ചി? കുഞ്ഞേച്ചിക്ക് ഈ ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റുക? പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ പപ്പിമോള്, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.